ആദ്യ ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് രൂപപ്പെട്ടു. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്നോണം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായി. എണ്ണമറ്റ അന്താരാഷ്ട്ര നിയമങ്ങൾ നിലനിൽക്കുന്നു. ഇതെല്ലാം ഒരു നോക്കുകുത്തിയായിരിക്കെ വീണ്ടും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇവിടെ ഓരോ രാജ്യങ്ങളുടെ നിലപാടുകളും അത് ജനങ്ങളെ ബാധിക്കുന്ന രീതിയും നമുക്കൊന്ന് അവലോകനം ചെയ്യാം. ലോകരാജ്യങ്ങൾ പല നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പലപ്പോഴും ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിലും നമുക്കൊരുപാട് നിയമങ്ങൾ, ഇൻ്റർനാഷണൽ ലോസ് ഉണ്ട്. അതിൽ ഏറ്റവും നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ലോ ആണ് ജനീവ കൺവെൻഷൻ. ഈ ജനീവ കൺവെൻഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 ജനീവയിൽ വെച്ച് ഒപ്പിട്ട ഒരു കരാറാണ് ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മൾ പഴയ യുദ്ധകാലത്ത് പറയുന്ന രാഷ്ട്രതന്ത്രങ്ങൾ. എന്നാൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ അത് മാനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശരിക്കും യുദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന സമയത്ത് പല കാരണങ്ങളും ഓരോ രാജ്യങ്ങളും പറയുന്നുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ഇത് തടുക്കേണ്ടത് തന്നെയായിരുന്നു, സമയോചിതമായ ഇടപെടലാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സമയത്തും ആ രാജ്യത്തിൻ്റെ സിവിലിയൻസ് അനുഭവിക്കുന്ന വലിയ വേദനകൾ അവിടെയുണ്ട്. എല്ലാ യുദ്ധങ്ങളുടെയും അല്ലെങ്കിൽ ഏതു ചെറിയ രൂപത്തിലുള്ള യുദ്ധമാണെങ്കിൽ പോലും അവിടെ ബാക്കിയാകുന്നത് ഒരുപാട് ശവശരീരങ്ങളും ഒരുപാട് കരച്ചിലുകളും തന്നെയാണ്. ഇവിടെയും നമ്മൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഇന്നലെയും നമ്മളിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയാസിലെല്ലാം ഈ കരച്ചിലുകളുടെ ആക്രോശങ്ങൾക്കിടയിൽ ഇങ്ങനെ നിന്ന് വിതുമ്പുക തന്നെയാണല്ലോ. ഈ യുദ്ധങ്ങൾ പൊതുവിൽ പണ്ട് കാലങ്ങളിലെ യുദ്ധങ്ങളിൽ നമ്മൾ വെച്ചിരുന്ന യുദ്ധത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മനുഷ്യരെ എത്രത്തോളം കൊന്നൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്ര സൈനികർക്കെതിരെ ഇത്ര സൈനികർ മത്സരിച്ചു, ഇവർ ഇത്ര പേരെ കൊന്നു, ഏറ്റവും കൂടുതൽ കൊല്ലുന്നവർക്കാണ് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരുന്നത്. ഇന്ന് ജനീവ കൺവെൻഷനൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആശുപത്രികൾ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് സിവിലിയൻസിനെ നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അത് ലോകരാജ്യങ്ങൾ ഈ പറയുന്ന യുദ്ധത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫിനെ ആക്രമിക്കാൻ പാടില്ല. ചെറിയ കുട്ടികൾ ഉള്ള സ്കൂളുകൾ ആക്രമിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ സമീപകാല യുദ്ധങ്ങൾ എടുത്തു നോക്കാം. ഫലസ്തീനിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് അവിടുത്തെ ഹോസ്പിറ്റലുകളാണ്, അതായത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളാണ്, സ്കൂളുകളാണ് ആക്രമിക്കപ്പെടുന്നത്. സമീപകാലത്ത് ഇപ്പോൾ ഇറാനിലുണ്ടായ ആക്രമണത്തിൽ എലിമെൻ്ററി സ്കൂളുകളെയാണ് ആദ്യം അവർ ആക്രമിച്ചത്. അതായത് അവരുടെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ കൊല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഒരു റെജീം ചേഞ്ച് വരുത്തുക, അവിടെയുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നൊക്കെയുള്ള പ്രഖ്യാപനത്തിലാണല്ലോ അമേരിക്ക യുദ്ധത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ ഇവരെന്താണ് ആദ്യം ചെയ്യുന്നത്? കുട്ടികളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. എത്ര കുട്ടികളായിരുന്നു? എനിക്കത് കറക്റ്റ് ഒരു 160 പരം കുട്ടികൾ, പെൺകുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതാണ് കേട്ട വാർത്ത എന്ന് പറയുന്നത്. എലിമെൻ്ററി സ്കൂളിൽ ശരിക്കും ഇങ്ങനെ പറയുമ്പോഴാണ് ആ ഒരു മാറ്റം നമുക്ക് കാണുന്നത്. കാരണം പ്രഖ്യാപനങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ശരിക്കും പ്രഖ്യാപനങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകളെ സമൂഹത്തിലേക്ക് വരാൻ അയക്കാതിരിക്കുക എന്നുള്ള ഒരു ഡെമോക്രസിയുടെ ഉന്നമനം, ഡെമോക്രസി കൊണ്ടുവരിക. ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഇറാൻ ഒരു ഡെമോക്രാറ്റിക് തന്നെയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊരു ഡെമോക്രസിയുടെ ഭാഗം തന്നെയാണ്. അവിടെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് ലോസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ ഡെമോക്രാറ്റിക് രാജ്യങ്ങളെന്ന് പറയുന്ന ഇവർ നടത്തുന്ന നരഹത്യകൾ ഈ ലോകരാജ്യങ്ങൾക്ക് പ്രശ്നമില്ലാതാവുക എന്നുള്ളതാണ്. അതായത് ഈ നിയമം ഉണ്ടാക്കുന്നത് ആരാ? ഇവർ തന്നെയാണ് നിയമം ഉണ്ടാക്കുന്നത്. അത് സോക്കോൾഡ് ഒരു അമേരിക്കൻ ഹെജിമണി തന്നെയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലീഗ് ഓഫ് നേഷൻസ് കഴിഞ്ഞപ്പോൾ ലീഗ് ഓഫ് നേഷൻസിൽ കുറച്ചുകൂടി ബ്രിട്ടന് ഒരു ഇതുണ്ടായിരുന്നു. അതെ, പിന്നീട് വന്നിട്ടുള്ള ഇപ്പോൾ 5 വീറ്റോ പവേഴ്സ് ആയിട്ട് നിലനിൽക്കുന്ന ഫ്രാൻസ്, അമേരിക്ക, മറ്റ് 3 രാജ്യങ്ങളും ചേർന്നുള്ള ഏഷ്യ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് റഷ്യ, ചൈന മാത്രം. റഷ്യ, ചൈന, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഈ പവേഴ്സ് ഇവർ ലോക പോലീസ് ചമയുമ്പോൾ, മെയിൻലി അമേരിക്ക ലോക പോലീസ് ചമയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിൻ്റെ അടിത്തട്ടിലാണ് ഇവർ ആക്രമണം നടത്തുന്നത്. ഓരോ രാജ്യങ്ങളും തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഫയേഴ്സ് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളതിനെ കീഴ്മേർ മറിച്ചുകൊണ്ടാണ് ഓരോ യുദ്ധങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ വെനസ്വേലിയൻ പ്രസിഡന്റ് മഡൂറോയെ പിടിച്ചെടുത്ത് റെജീം ചേഞ്ച് കൊണ്ടുവന്നു. എന്തിന്? അദ്ദേഹം ഡോളർ കൺസെപ്റ്റിനെതിരായിരുന്നു മാത്രം. ഈ പെട്രോ ഡോളർ കൺസെപ്റ്റിനെതിരായിരുന്ന ആളായിരുന്നു ഇറാഖിൽ ഉണ്ടായിരുന്ന സദ്ദാം ഹുസൈൻ. ഇറാഖിനെ ആക്രമിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇറാഖിനെ ആക്രമിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇറാനെ ആക്രമിക്കുമ്പോൾ നമ്മൾ നെതന്യാഹുവിൻ്റെ പല ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നുണ്ട് നെതന്യാഹുവിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ആരാണ് ഏറ്റവും വലിയ ത്രെട്ട്? ഇറാൻ 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 എന്ന് 3 തവണ അദ്ദേഹം പറയുന്നുണ്ട്. 3 ത്രെട്ടുകൾ പറയണോ? അപ്പോൾ 3 ത്രെട്ടായിട്ട് അദ്ദേഹം പറയുന്നു. ഇതേപോലെ ഒരു കാലത്ത്
ഇറാഖിനെതിരെ പറഞ്ഞിരുന്നു. അതായത് മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്. അന്ന് ഇവർ ഈ പറയുന്ന ഇവരുടെ ഈ ഒരു പറയുന്ന സോക്കോൾ പാർട്ട് UN എന്ന് പറയുന്ന സാധനം നിർമ്മിച്ചത് തന്നെ ലോകത്ത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനാണ്. പക്ഷേ UNന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സെക്യൂരിറ്റി കൗൺസിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യക്ക് വീറ്റോ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്യും, അമേരിക്കയുടെ താല്പര്യം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അത് ചൈനയും റഷ്യയും കൊണ്ടുവരും. ഇനി അമേരിക്കയ്ക്കെതിരാണ് ഈ വീറ്റോന്റെ സാധനം വരുന്നതെന്നുണ്ടെങ്കിൽ റഷ്യയും ചൈനയും വീറ്റോ ചെയ്യും. ഇപ്പം അമേരിക്കൻ അലയായിരുന്ന ഇസ്രായേലിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള സീസ് ഫയർ റെസൊല്യൂഷൻസ് എത്ര എണ്ണം ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എത്ര അമേരിക്ക വീറ്റോ ചെയ്യും. അപ്പോൾ തന്നെ വീറ്റോ ചെയ്യപ്പെടുകയാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിവിലിയൻസിനും അവിടുത്തെ ജനതയ്ക്കും മാത്രമാണ്. ശരിക്കും ഈ സിവിലിയൻസിന്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണല്ലോ UN പോലെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ നിയമങ്ങൾക്കൊക്കെ അപ്പുറത്താണ് നമ്മുടെ ലോകരാഷ്ട്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക എന്നുള്ളതാണ് ഇവർ പറഞ്ഞു. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പണ്ട് ഒരു 90 വരെ നമ്മുടെ സോവിയറ്റ് യൂണിയൻ നിലനിന്ന 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ശരിക്കും 2 ചേരിയായിട്ട് തിരിഞ്ഞു. അതായത് സോവിയറ്റ് യൂണിയൻ അടങ്ങുന്ന ഒരു വാർസോ പാക്ട് എന്ന് പറയുന്ന ഒരു ടീമും നേറ്റോ പോലുള്ള USന്റെ ഒരു ഭാഗവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ ചേരിചേരാനായ രാജ്യങ്ങൾ, ഇന്ത്യ, ഈജിപ്ത് പോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്ത്യയുടെ നിലപാട് പിന്നീട് ഇന്ദിരാഗാന്ധി വന്നപ്പോൾ റഷ്യനായിട്ട് സൗഹൃദ സൈനിക കരാറൊക്കെ വന്നു എന്നുള്ളത് ചരിത്രം. അപ്പോൾ ഈ ഒരു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അമേരിക്കയായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന റെജീം ചേഞ്ച്, ഇവർ പറയുന്ന റെജീം ചേഞ്ച് കൊണ്ടുവരാൻ ഇവർ ഉപയോഗിക്കുന്ന രാജ്യത്ത് ഇവർ അതത് സർക്കാരുകൾക്ക്, ഇപ്പോൾ ഈ ലോക രാജ്യങ്ങളിൽ ഇവർ ഈ റെജീം ചേഞ്ചിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഇറാനിയൻസ് എന്തുകൊണ്ടാണ്? അവിടെ ഇവർ കൊണ്ടുവന്ന ഇൻ്റർനാഷണൽ സാങ്ഷൻസ്. അതായത് ഇപ്പോൾ ഞാനൊരു സോവറിനിറ്റി എന്ന് പറയുന്ന സാധനം ഒരു ന്യൂക്ക് ബേസ് ചെയ്ത് നിൽക്കുന്നൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ന്യൂക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സോവറിനായിട്ട് നിൽക്കാൻ പറ്റും, ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലെങ്കിൽ നമ്മൾ സോവറിൻ അല്ല എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ നടത്തുക. ഈ സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? ഇതും ഒരു തരം നിയമനിർമ്മാണത്തിലൂടെയാണ്. ശരിക്കും ഇത് നടക്കുന്ന ഒരു അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇറാനെ കുറേ കാലം സാമ്പത്തികപരമായി ഉപരോധിച്ചു. വെനിൻസുലയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവർ ഉപരോധിക്കുക, എന്നിട്ട് ഇവർ തന്നെ ഇവരുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അവിടുത്തെ ജനങ്ങളെ തെരുവിലിറക്കുക, എന്നിട്ട് ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ അവിടുത്തെ ജനങ്ങളെ കൊല്ലുക, എന്നിട്ട് അതിൻ്റെ പാപഭാരം ഈ പറയുന്ന സർക്കാരുകളുടെ മേലെ കെട്ടിയിടുക, എന്നിട്ട് അവിടെ കുറേ പാവ സർക്കാരുകളെ കൊണ്ടുവരിക. നമ്മൾ അഫ്ഗാനിൽ നോക്കുകയാണെങ്കിൽ വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞിട്ട് അവിടെ ആക്രമിച്ചു. അപ്പോൾ അവിടെ ആക്രമിക്കാനുള്ള കാരണം എന്താ? താലിബാൻ. ഈ താലിബാനെ പാലൂട്ടി വളർത്തിയതാരാ? സോവിയറ്റിനെ എതിർക്കാൻ വേണ്ടി US ആണ്. ഫണ്ടറാണ്. CIA ഡീക്ലാസിഫൈഡ് രേഖകളിലുള്ളതാണ്. പിന്നെ ഇന്ന് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നതിനുള്ള കാരണം എന്താ പറയുന്നത്? ഹമാസിനെയാണ്. ഈ ഹമാസ് എന്ന് പറയുന്നത് യാസർ അറാഫത്ത് അവിടെ നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളെ തടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഫണ്ട് ചെയ്ത് കൊണ്ടുവന്നൊരു സാധനമാണ്. ഇതന്നെയാണ് ഇവർക്കെതിരെ പിന്നീട് വരുന്നത്. എന്നിട്ട് ഒരു ചെറിയ മുനമ്പിൽ, അതായത് സകലമാന അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് ടൺ കണക്കിന് ബോംബുകളും ന്യൂക്ലിയർ വേസ്റ്റുകൾ, ഇറാഖിൽ അമേരിക്ക ചെയ്തൊരു പരിപാടിയാണ്. അതായത് ന്യൂക്ലിയർ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമുള്ള സംഭവമാണ്. അത്തരം വേസ്റ്റുകൾ പോലും ബോംബ് രൂപത്തിൽ ഇവർ ഇവിടെ കൊടുന്ന് തള്ളുന്നുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ US-നെതിരാണ് എന്ന് വരുമ്പോൾ ഈ ഒരു പറഞ്ഞ സാധനത്തിനെ മീഡിയാസ് ഇവരാദ്യം ചെയ്യുന്നത് ഈ മീഡിയാസാണ്. ഒരു ഡീപ്പ് സ്റ്റേറ്റിനെ നമ്മൾ എപ്പോഴും US-നെ നമ്മൾ ആക്ഷേപിക്കുന്ന ഒരു സാധനമാണ്. ഡീപ്പ് സ്റ്റേറ്റാണ് അവിടെ ഭരിക്കുന്നത്. ആ ഡീപ്പ് സ്റ്റേറ്റ് ആദ്യം ചെയ്യുന്നത് ഈ ന്യൂസ് ചാനൽസിനെ. ഇനി ഈ പറയുന്ന ഇൻ്റർനാഷണൽ ലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ അല്ലെങ്കിൽ പത്രമാധ്യമ പ്രവർത്തനം നടത്തുന്നവരെ അവരെ ആക്രമിക്കരുതെന്ന്. അൽ ജസീറയുടെ ആളെങ്ങനെയാണ് കൊന്നത് എന്നുള്ളത് സമീപകാലത്ത് പുറത്തോട്ട് വന്നതാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ അതിനെതിരെ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ, ഇപ്പോൾ ഈ പണ്ട് ഓസ്റ്റിൻ പറഞ്ഞു വെച്ചത് തന്നെ നമുക്ക് കേൾക്കാം, ഇന്റർനാഷണൽ ലോ ഇസ് ദ വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. അതായത് സ്വാഭാവികമായിട്ടുള്ള നിയമങ്ങൾ, ഇപ്പോൾ പണ്ട് ഹോളണ്ട് പറഞ്ഞു വെച്ചിരുന്നത് അത് തന്നെയാണ്. അത് ലോ ഇസ് ദ കമാൻഡ് ഓഫ് എ സോവറിൻ ബാക്ക്ഡ് ബൈ എ സാങ്ഷൻ. അതായത് അവിടെ ഒരു കമാൻഡ് ഉണ്ടായിരിക്കണം, ഒരാൾ പറയാൻ, ഒരു സോവറിൻ അത് പറയാൻ ഒരാളുണ്ടായിരിക്കണം. അയാൾ പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചാൽ സാങ്ഷൻ, ഒരു പണിഷ്മെന്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ ലോയിൽ നോക്കുകയാണെങ്കിൽ ഒരു സോവറിൻ ഇല്ല, ഒരു പരമാധികാരി ഇല്ല, എല്ലാവർക്കും വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ ഒരു പരമാധികാരി ഇല്ല. അവിടെ പണിഷ്മെന്റ് എന്നതും ഒരു പരിധി വരെ പോസിബിൾ അല്ല. അപ്പോൾ ഇതൊരു നിയമമേ അല്ല എന്നുള്ളൊരു വാദം പണ്ട് നിലനിൽക്കേണ്ടായി പോസിറ്റീവ് സ്കൂളിൽ നോക്കുകയാണെങ്കിൽ. പിന്നീട് അതിന് ഒരു മാറ്റം എന്നോണം ICC നിലവിൽ വന്നു, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നിലവിൽ വന്നു. അപ്പോൾ എല്ലാം ഒരു ഓവറോൾ ബോഡി, ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് നോക്കാൻ പറ്റിയ ഒരു ബോഡി. ഇന്റർനാഷണൽ കോർട്ട് പറഞ്ഞപ്പോഴാണ് US-നെതിരെ
ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്തെങ്കിലും ഒരു വിധി വന്നാൽ അത് നിൽക്കുന്നത് നോർവേയിലല്ലേ. നോർവേ അധിനിവേശം ചെയ്യാനുള്ള റൈറ്റ് US പ്രസിഡന്റിന് ഉണ്ട് എന്നുള്ളത് അവർ നിയമനിർമ്മാണം നടത്തി. അത് മാത്രമല്ല, ആദ്യകാലത്ത് ഈ ICCക്ക് പവർ കൊടുക്കുന്ന റോം സ്റ്റാറ്റ്യൂട്ട്, അതിൽ അമേരിക്ക ഒരു സിഗ്നറ്ററി ആയിരുന്നു. പിന്നീട് 2002 ബുഷ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്തായിരുന്നു ഇവർ റൈറ്റ് ഓഫ് ചെയ്തു, അവരുടെ സിഗ്നേച്ചർ വിഡ്രോ ചെയ്തതിന് ശേഷം ICCക്ക് അമേരിക്കയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി ICC. 124 രാജ്യങ്ങൾ റോം സ്റ്റാറ്റ്യൂട്ടിനെ അംഗീകരിച്ചുകൊണ്ട് ICCയുടെ ജൂറിസ്ഡിക്ഷൻ അംഗീകരിക്കുന്നു. എവിടെ നെതന്യാഹു കാലുകുത്തിയാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹംഗറിയിൽ അദ്ദേഹം കാലുകുത്തി. ICC അല്ലെങ്കിൽ റോം സ്റ്റാറ്റ്യൂട്ട് അംഗീകരിക്കുന്ന രാജ്യമാണ്. അവർ പക്ഷേ ആ ഒബ്ലിഗേഷനെതിരായിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യില്ല. പിന്നീട് അമേരിക്കയിൽ വന്നാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് ഈ റഷ്യൻ അലയായിട്ടുള്ള അമേരിക്ക പറയുന്നത്. അപ്പോൾ പിന്നീട് ഈ കാരണം കൊണ്ട് തന്നെ വേൾഡ് എക്കണോമിക് ഫോറം അവരുടെ ഈ പറയുന്ന മറ്റേ ന്യൂയോർക്കിലെ മേയർ മംദാനി, സൊഹ്റാൻ മംദാനി പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ന്യൂയോർക്കിലാണ് വന്നത്, എന്തായാലും അറസ്റ്റ് ചെയ്യും. അപ്പോ പക്ഷെ അത് അമേരിക്കയുടെ എസ്റ്റാബ്ലിഷ്ഡ് താല്പര്യത്തിനെതിരാണ്. അവരുടെ ഇന്റർനാഷണൽ ലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് പ്രകാരം ഇസ്രായേൽ അവരുടെ ഒരു ക്ലോസ് അലൈയാണ്. അപ്പൊ അവരുടെ അലൈസിനും അങ്ങനെയുള്ള ആളുകൾക്ക് യോജിക്കുന്ന തരത്തിൽ അവരുടെ നിലപാടുകളെ മാറ്റാനുള്ള ഒരു അധികാരം എപ്പോഴും അമേരിക്ക റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിപ്പോ അവർക്ക് താല്പര്യകരമല്ലാത്ത എന്തെങ്കിലും ഒരു ട്രീറ്റ് വന്നാൽ അതിൽ അവർ സിഗ്നേറ്ററി ആവില്ല, വീറ്റോ ചെയ്യും. ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് അവർ റിസർവ് ചെയ്യപ്പെടും. അവരുടെ ഒരു സോ കോൾഡ് ഒരു റൈറ്റ് അമേരിക്കൻസ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ഈ ട്രംപ് ഒക്കെ പക്ക റൈറ്റ് അമേരിക്കൻ ആണ്. ഈ പറയുന്ന ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മാഗ ക്യാമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആദായിരുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് അഫ്ഗാനിൽ $2 ട്രില്യൺ ഇവർ ഈ താലിബാനെ കൊല്ലാൻ വേണ്ടി, ആ റെജീമിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചത്. അതിനുശേഷം എന്തുണ്ടായി? താലിബാൻ ഇവരുടെ ആയുധങ്ങൾ എടുത്തിട്ട് യുദ്ധത്തിന് ഇറങ്ങി തുടങ്ങി. അതായത് അമേരിക്ക അവിടെ വിട്ടുപോയ ആയുധങ്ങൾ എടുക്കൽ തുടങ്ങി. ഇറാഖിൽ $2 മുതൽ $3 ട്രില്യൺ ചെലവഴിച്ചു. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താ? മാസ് ഡിസ്ട്രക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. ടോണി ബ്ലെയർ രാജിവെച്ച സമയത്ത്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രാജിവെക്കുന്ന സമയത്ത്, ടോണി ബ്ലെയർ തന്നെയല്ലേ, പുള്ളിക്കാരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നുണ്ട് തന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും തെറ്റായ ഡിസിഷൻ ആയിരുന്നു ഈ പറയുന്ന ഇറാഖ് അധിനിവേശം. ആ സ്റ്റേബിൾ ആയിരുന്ന സദ്ദാം ഹുസൈൻ്റെ റെജീമിനെ മാറ്റിയിട്ട് അവിടെ എന്താ വന്നത്? ISIS ആ വന്നത്. ഈ ISIS ഇസ്രായേലിൻ്റെ ഒരു പ്രോക്സിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ISIS ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല. മറ്റ് മുസ്ലിം തീവ്രവാദ സംഘടനകളിൽ നിന്ന്, അതായത് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു നാമധാരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ, ആ ഒരു നെയിം എന്ന് പോലും പറയുന്നത് തെറ്റായ പ്രവണതയാണ്. ആ ഒരു നാമധാരണത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിക്കാറുണ്ട്. ഹൂത്തികളാവട്ടെ, ഹമാസ്, ബാക്കി ആരായാലും ഒരിക്കലും IS ഇവരെ ആക്രമിക്കുന്നില്ല. ഇറാനിൽ ഒരാഴ്ചത്തെ യുദ്ധത്തിന് ചെലവാക്കിയത് $11 ബില്യൺ. ഇതിൻ്റെ വ്യത്യാസം നോക്കണം. അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ജനതയുടെ നികുതി പണം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പോഷ് അമേരിക്ക അല്ല ശരിക്കും അമേരിക്കയുടെ. ഭവനരഹിതരുണ്ട്, പ്രോപ്പർ ഇൻഷുർ ഫെസിലിറ്റി കിട്ടാത്ത ആളുകളുണ്ട്, തെരുവിൽ താമസിക്കുന്നവരുണ്ട്. തെരുവിൽ ബെഞ്ചുകളിൽ കിടക്കാതിരിക്കാൻ ഇതുപോലുള്ള സ്ലോപ്പി ബെഞ്ചസ് ഉണ്ടാക്കിയ രാജ്യമാണ് അമേരിക്ക. നമ്മളാ കാണുന്ന പ്രൗഢിയൊന്നും അമേരിക്കയില്ല. ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് US. അതായത് ലോകത്തിൻ്റെ സൈനികർ അവരാണെന്ന് പറയുമ്പോഴും ഈ പറയുന്ന എല്ലാ ഡിഫാക്ടേഴ്സും ഉണ്ട്. ഇതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന് അമേരിക്ക എന്ത് പറഞ്ഞ സമ്മർദ്ദത്തിലാണ്. അത് പല സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ ഇവർക്ക് ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അത് ഇറാഖ് യുദ്ധത്തിൽ പ്രകടമായിരുന്നു, പിന്നെ ലിബിയയിൽ പ്രകടമായിരുന്നു, ഗദ്ദാഫിയെ പിടിച്ചതിൽ പ്രകടമായിരുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്, ഈ ഒരു ചെറിയ രാജ്യമാണ്, ആ ഒരു രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നയങ്ങളും നിയമങ്ങളും എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എല്ലാ രാജ്യാന്തര വിഷയങ്ങളിലും വ്യവഹരിക്കാൻ ഭയങ്കര ധൃതി കൂട്ടുന്ന ഈ അമേരിക്കയുടെ ഇതിൻ്റെ ക്രൈറ്റീരിയാസ് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. ശരിക്കും അവരുടെ ജിയോഗ്രഫിക്കൽ കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും ആത്മവിശ്വാസം കൊണ്ടുവരുന്ന ഒരു ഘടനയായിട്ട് ഇവർ ഈ ജിയോഗ്രഫിയെ പറയുന്നുണ്ട്. കാരണം അമേരിക്കയെ അത്ര പെട്ടെന്നൊന്നും ആർക്കും സൈനിക ഉപരോധത്തിൽ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ സാധിക്കില്ല. രണ്ടാമത് അതിൽ തന്നെ പറയുന്ന ഒരു ഫാക്ടറാണ് ഈ പെട്രോ ഡോളർ കൺസെപ്റ്റ്. നമ്മൾ ട്രേഡിന് ഉപയോഗിക്കുന്നത് ഡോളറാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ സാമ്പത്തികപരമായിട്ട് ഇവരൊരു പ്രതിസന്ധിയിലാവുക എന്നുള്ളൊരു സംഭവം വരുന്നില്ല. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യൻ രാജ്യങ്ങൾ ചേർന്ന് പുതിയ ഒരു വിനിമയത്തിന് വേണ്ടി. പക്ഷെ അതിന്റെ എഫക്റ്റ് എത്ര ഉണ്ടായി? ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ വഴങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അതെ,
ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 60% കൂടുതൽ അമേരിക്കൻ സിറ്റിസൺസ് തന്നെ യുദ്ധത്തിനെതിരാണ്. അതെ. പക്ഷേ ഇതിനൊരു റിലീജിയസ്റ്റിക് വ്യൂ കൊടുത്ത് ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പീറ്റർ campaign. ഹെക്സത്ത് എന്ന സെക്രട്ടറി ഓഫ് ഡിഫൻസ് പഴയ ഫോക്സ് ന്യൂസിന്റെ അവതാരകനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളൊരു അത്യാവശ്യം നല്ലൊരു ജെന്റിൽമാൻ ലുക്കിൽ വരുന്ന ഒരു പക്ക ഒരു propaganda പ്രൊപ്പഗാൻഡ. ഞാൻ ഗീബൽസിനായിട്ടാണ് ഞാൻ പുള്ളിയെ എപ്പോഴും ഞാൻ മനസ്സിലാക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ, അതായത് ഈ ഒരു യുദ്ധത്തിനെ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെ ഒരു ക്രിസ്ത്യാനിറ്റി മുസ്ലിം വാർ, അതായത് ഒരു ഈവിൾ ഗുഡ് വാർ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാനാണ് ഇദ്ദേഹം തന്നെ പല പ്രസ്താവനകളിൽ പറഞ്ഞത്. അമേരിക്കൻ കോൺഗ്രസിനകത്ത് തന്നെ പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അമേരിക്കൻ്റെ സൈനിക പരിപാടികളിൽ ക്രിസ്ത്യൻ ആചാരങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു സാധനം. ഇതിൽ ഇയാൾ പറഞ്ഞു വെക്കുന്ന ഈ ഗുഡ് ഈവിൾ വാർ അത് കേവലം ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതായത് അമേരിക്കയിലെ ഒരു സർവേ അനുസരിച്ചിട്ട് ഈ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ 2 റീസൺസ് ആണ് പറയപ്പെടുന്നത്. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ ഇന്ന് ലോകത്തിൻ്റെ ഓയിൽ ശൃംഖലയിലെ ഏറ്റവും വലിയ ഇതാണ് മിഡിൽ ഈസ്റ്റ്. ലോകത്തുള്ള 90% LPG കയറ്റുമതി ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. സോ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. അപ്പോൾ ലോകത്ത് ഈ LNG എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിലാണ് നമ്മൾ ഏറ്റവും പ്രതിസന്ധിയിലാവുന്നത്. എണ്ണ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ LNG നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യൂറിയ പ്രൊഡക്ഷൻ, അതായത് ഫെർട്ടിലൈസർ പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. ഈ ഒരൊറ്റ ധൈര്യമാണ് ഹോർമൂസ് അടക്കുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ആലൈ ആയിട്ട് മാത്രമല്ല ഇസ്രായേലിനെ കാണുന്നത്. ഇതിൽ അമേരിക്കയിലുള്ള ഒരു ക്രിസ്ത്യാനിറ്റി എന്ന റിലീജിയൻ ഇതിലൊരു വിശ്വാസം ഉണ്ട് എന്നുള്ളത് ഒരു നെഗറ്റീവ് സിദ്ധാന്തം, അതായത് നെഗറ്റീവായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് ടെമ്പിൾ, ജൂയിഷിൻ്റെ തേർഡ് ടെമ്പിൾ, ആദ്യത്തെ ടെമ്പിള് 520 ബാബിലോണിയയിൽ സോളമൻ രാജാവ്, അതാണ് ക്രിസ്ത്യൻ വിശ്വാസം. നമ്മളെ മുസ്ലിം വിശ്വാസത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സുലൈമാൻ പുള്ളി ഒരു ടെമ്പിൾ ക്രിയേറ്റ് ചെയ്തു. സുലൈമാൻ രാജാവ് അതെന്തോ ടെമ്പിളായിട്ടൊന്നല്ലത്, വേറെന്തോ ആയിട്ടാണ് ഇസ്ലാമിക് കാണുന്നത്. ബൈബിളിൽ അതൊരു ടെമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അത് യഹൂദർ പുനർനിർമ്മിച്ചു. 70 ക്രിസ്തു വർഷത്തിൽ ഇവർ റോമക്കാർ ഈ ടെമ്പിൾ പൊളിച്ചു. ഇനി ഭാവിയിൽ ഒരു ടെമ്പിൾ വരണം, അവിടെ ഒരു ടെമ്പിൾ വരണം ഭാവിയിൽ. അതാണ് ആ മൂന്നാമത്തെ ടെമ്പിൾ വരുമ്പോഴാണ് ഇവിടെയാണ് ജൂയിഷ്, ഇസ്ലാമിക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇത് മൂന്നും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ടെമ്പിൾ വരണം എന്നുള്ളത്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന, ക്രിസ്ത്യൻസ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന, ജൂയിഷ് മസീഹ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ മുസ്ലിംസ് ദജ്ജാൽ എന്ന് പറയുന്ന. ജൂയിഷിന് ദജ്ജാൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ദൈവിക ഫാക്ടർ തന്നെയാണ്. ക്രിസ്ത്യാനിറ്റിക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതിനെതിരെ ചെയ്യുന്ന, അതാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഈ സാത്താനിക് സേവ ഉള്ളവരൊക്കെ ഇദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ദജ്ജാൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ജൂതർക്ക് ഈ ദജ്ജാലിനെ കൊണ്ടുവരണം, അതായത് ഈ ഒരു പറയുന്ന മസീഹിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ തേർഡ് ടെമ്പിൾ പണിയണം. ഈ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കൊന്നിട്ട് ദേവരാജ്യം സ്ഥാപിക്കും. ആര്? ഈ പറയുന്ന അവരുടെ യേശു എന്ന് പറയുന്ന ദൈവം ദേവരാജ്യം സ്ഥാപിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് വേണം? ആദ്യം ഈ ആൻറ്റി ക്രൈസ്റ്റ് വരണമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ 3 സാധനത്തിനും ആൻറ്റി ക്രൈസ്റ്റ് വരിക എന്നുള്ളതൊരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഇസ്രായേൽ അവിടെ നിലനിൽക്കുമ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റ് വരണം എന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പം നിൽക്കുന്ന ഡോം ഓഫ് റോക്ക് മസ്ജിദുൽ അക്സ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്താണ് ഈ പറയുന്ന തേർഡ് ടെമ്പിൾ വരുന്നത്. അപ്പോൾ ഇതിന് ബൈബിളിൽ ചില വാക്യങ്ങളുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ജോണിൽ പറയുന്നുണ്ട് ക്രിസ്തുവിനെ എതിർക്കുന്നതിനെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയും. ബൈബിളിൻ്റെ ബുക്ക് ഓഫ് റിവീലേഷനിൽ പറയുന്നുണ്ട് ജീസസ് ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കൊല്ലും എന്നുള്ളത്. ഈ ആൻറ്റി ക്രൈസ്റ്റ് എവിടെ വരിക എന്നുള്ളത് സെക്കൻഡ് എപ്പിസോഡ് ഓഫ് തെസലോണിയനിൽ പുതിയ ടെസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്. പാപത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ ദേവാലയത്തിൽ ഇരുന്ന് താനാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കും. പാപത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ ദേവാലയത്തിലിരുന്ന് താനാണ് ദൈവമെന്ന് പ്രഖ്യാപിക്കും. അതാരാണ് പ്രഖ്യാപിക്കുന്നത്? ഈ ആൻറ്റി ക്രൈസ്റ്റാണ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കൂട്ടണം. അപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കൊന്നാൽ മാത്രമേ ഇവിടെ ദേവരാജ്യം സ്ഥാപിക്കപ്പെടുള്ളൂ എന്നുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ബിലീവാണ്. അതും ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിലെ നയതന്ത്രത്തിലൊരു ഫാക്ടറാണ് എന്നുള്ളത് പറയപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന പീറ്റർ എക്സത്തിന്റെ ഒരു വാദവും ഏകദേശം ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ബൈബിളിക്കായിട്ടുള്ള അയാൾ ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഇൻഡയറക്ട്ലി അയാൾ പറയുന്നത് ഈ ഒരു സാധനമാണ്. ശരിക്കും ഇതിന്റെ ഒരു നിഗൂഢ ലക്ഷ്യം എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു മതപരമായിട്ടുള്ള തത്വം കൂടി അതായത് രാജ്യത്തിന്റെ യുദ്ധങ്ങളും തന്ത്രങ്ങളും മതപരമായിട്ട്, അതാണ് നമ്മൾ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഇതിൽ ആക്ഷേപിക്കുന്നത്. അതായത് പ്രാദേശിക നേട്ടത്തിന് വേണ്ടിയിട്ട് വിദേശ നയങ്ങളെ രൂപീകരിക്കുമ്പോഴുള്ള പരാജയമാണ്. ഇപ്പോൾ ഈ പറയുന്ന റഷ്യയുമായിട്ട് നമ്മൾ ഈ ഒരു ഓയിൽ കരാർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നെങ്കിൽ നമുക്ക് ഇതിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പോൾ ഈ പറയുന്ന ഹോർമോസിന്റെ അടവ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്, നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചത് ഈ യുദ്ധങ്ങൾക്ക് ഒരു റിലീജിയസ്റ്റിക് വ്യൂ ഉണ്ട്, ഒരു എക്കണോമിക് വ്യൂ ഉണ്ട്, അതുപോലെ പല പല സൈഡുകളാണ് ഓരോ രീതിയിലും നമ്മൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ
ആർക്കാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ ജീവിതങ്ങളാണ് ദുസ്സഹമാകുന്നതെന്നും കൂടിയുള്ളതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ കണക്കുകൾ എടുത്ത് നോക്കപ്പെടുകയാണെങ്കിൽ ഓരോ യുദ്ധങ്ങളും, കുരിശ് യുദ്ധങ്ങൾ തൊട്ട് ഇന്ന് വരെയുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ള മനുഷ്യരുടെ എണ്ണം എത്രയാണെന്ന് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം മുമ്പോട്ട് ഇനിയുള്ള വഴി എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ, രാജ്യങ്ങൾ തമ്മിൽ ഉള്ള നിയമങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എണ്ണമറ്റ അന്താരാഷ്ട്ര നിയമങ്ങൾ രാജ്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ പൂർണ്ണമായിട്ടും കറക്റ്റായിട്ട് പാലിക്കുക, അല്ലെങ്കിൽ അതിനോട് കംപ്ലൈ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിനൊരു പ്രതിവിധിയില്ല. പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡിൽ ഒരു കെയോസും കൂടിയുണ്ട്. ഇപ്പൊ ഈ ട്രംപ് എന്ന് പറയുന്ന പുള്ളി ഈ പറയുന്ന വെനിൻസുലയിലെ റെജീം ചേഞ്ച് ചെയ്യാൻ വേണ്ടി മഡൂറോയും അദ്ദേഹത്തിന്റെ വൈഫിനെയും പിടിച്ചുകൊടുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളതെന്ന് എനിക്കറിയില്ല. മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു രാജ്യം. രണ്ടാമതായിട്ട് ഇറാനിലെ റെജീം ചേഞ്ചിന് വേണ്ടി അവിടുത്തെ പരമാധികാരിയെ ബോംബിട്ട് കൊല്ലുന്നു. മറ്റേ ഫലസ്തീനിലെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഇല്ല എന്ന് പറയാം. ഇതേ സാധനം ഇപ്പൊ റഷ്യ പറയാണ്. റഷ്യയിൽ നിന്ന് പോയ രാജ്യങ്ങളുണ്ടല്ലോ, അതായത് പഴയ സോവിയറ്റ് യൂണിയൻ നിന്ന് പോയ, ഇപ്പൊ യുക്രൈനെ സെലൻസ്കിയെ നാളെ ഞാൻ പിടിച്ചുകൊണ്ട് വരികയും ഞാൻ ഇവിടെ ജയിലിലാക്കുകയും അയാൾ എൻ്റെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയെന്ന് പുട്ടിന് പറയാൻ പറ്റും. ട്രംപ് ചോദിക്കുകയാണെങ്കിൽ എന്തിനാ ഈ പണി കാണിച്ചതെന്ന് വെച്ചാൽ നീ പോയി പണി നോക്കുന്നത് ഇയാൾക്ക് പറയാം. വേൾഡ് ഓർഡർ ബാധിക്കും. ഇത് അവിടെ മാത്രം നിൽക്കുന്നതാണോ? ചൈനയ്ക്ക് എന്ത് പറയാം? തായ്വാൻ ഞങ്ങൾ ഇങ്ങനെ എടുക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ടിബറ്റ് ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറയാം. ഇതേ പറയുന്ന നോർത്ത് കൊറിയക്ക് അമേരിക്ക ഇപ്പം സൗത്ത് കൊറിയ എന്നാണ് അവരുടെ ഡിഫൻസ് മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവരുന്നത്. അതായത് അവിടെ അവർ നോർത്ത് കൊറിയനെ പ്രതിരോധിക്കാൻ വെച്ച ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഇപ്പോൾ അറബ് കൺട്രീസിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നോർത്ത് കൊറിയക്ക് തീരുമാനിക്കുകയാണ്, കിങ് ജോങ് ഉണ്ണിന് തോന്നുകയാണ് ഇത് പിടിച്ചുകൊണ്ട് വരാൻ, ഇയാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഞാൻ അങ്ങ് എടുക്കാൻ തോന്നിയാൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും വേണ്ട. ഇന്ത്യക്ക് തോന്നുകയാണ് ഈ പറയുന്ന ബംഗ്ലാദേശിനെ ഇങ്ങ് എടുത്തു കളയാം. എന്താ അതിലെന്തൊരു അർത്ഥമുള്ള? അപ്പോൾ ഒരു വേൾഡ് ഓർഡർ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞു വെക്കാനുള്ളത് ലോകത്തുള്ള നഷ്ടങ്ങളെ കുറിച്ച് മാത്രമാണ്, നേട്ടങ്ങളില്ല യുദ്ധങ്ങൾ കൊണ്ട്. ശരിക്കും ഈ ലിഖിതമായിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ അപ്പുറത്ത് അമേരിക്ക എന്നുള്ള വലിയൊരു വസ്തുത ഇങ്ങനെ അമേരിക്കൻ ഹെജിമണി പറഞ്ഞു വെക്കുന്ന സമയത്ത് ഒരു കൗതുകം എനിക്ക് തോന്നുന്നു. ഈ ഇറാന്റെ കേസിൽ ഈ ഗൾഫ് കൺട്രീസിനോട് ഇവർ പറഞ്ഞ, അല്ലെങ്കിൽ ടോട്ടലി ഇവർ പറഞ്ഞു വരുത്തുന്ന ഒരു വാക്കുണ്ടല്ലോ, ഫോർട്രസ് അമേരിക്ക എന്നുള്ളത്. അതായത് ഏറ്റവും സുരക്ഷിതമായ കോട്ടയാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും, ഇപ്പോൾ നമ്മൾ ബങ്കറൊക്കെ പറയുന്ന പോലെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയാണ് അമേരിക്ക. അതായത് അമേരിക്കയുടെ ഒരു ഹസ്തദാനം വന്നാൽ, അല്ലെങ്കിൽ അമേരിക്ക കൈപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനുള്ള എന്നുള്ളൊരു വസ്തുത പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. എണ്ണ ശുദ്ധീകരണ ബേസ് കൊടുത്തോണ്ട് മാത്രമാണ് ഇവർ ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം എണ്ണ ശുദ്ധീകരണശാലകൾ അടച്ചു, വിമാനങ്ങൾ റദ്ദാക്കി, ജനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനെ ബാധിച്ചു. ഇങ്ങനെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സാധാരണ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തിന്റെ ഈ ഒരു സമയത്ത് അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഫോർട്രസ് അമേരിക്ക എത്രത്തോളം ശുദ്ധ മണ്ടത്തരമാണെന്നുള്ളത്. മാത്രമല്ല ഇത് അമേരിക്കയോ അല്ലെങ്കിൽ ഇതൊരു അവിടെ മാത്രമല്ല ബാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മൺസൂണിനെ ബേസ് ചെയ്ത് കൃഷി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ യൂറിയയുടെ പ്രൊഡക്ഷൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഇല്ലാണ്ടാവും. അപ്പോൾ LNG കിട്ടിയില്ലെങ്കിൽ ഈ പരിപാടി നിൽക്കും. ഇപ്പം നിലവിലെ അവസ്ഥയിൽ കേരളത്തിൽ 45 ദിവസമായി ബുക്കിങ്ങിൻ്റെ സമയം. ഇന്നലെ നോക്കുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ട് പുറത്ത്. അപ്പോൾ ഇത് ലോകരാജ്യങ്ങളെ മൊത്തം ബാധിക്കുന്നുണ്ട്. ഇത് അമേരിക്കയും ഇറാനും അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ എന്നുള്ള പ്രശ്നത്തിലപ്പുറം ഇതൊരു ഗ്ലോബൽ പ്രശ്നമായിട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ സുഫാനെ, എന്താണ് യുദ്ധങ്ങൾ ബാക്കിയാക്കുന്നത്? ശരിക്കും എല്ലാ യുദ്ധങ്ങളുടെയും നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വെച്ചതുപോലെ ഭയങ്കരമായിട്ടുള്ള ആഘാതങ്ങൾ തന്നെയാണല്ലോ സംഭവിക്കുന്നത്. നമ്മുടെ ഫലസ്തീനിയൻ കവിയായിട്ടുള്ള മഹ്മൂദ് ദർവീഷ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, യുദ്ധങ്ങൾ അവസാനിക്കും, നേതാക്കൾ തമ്മിൽ പരസ്പരം കൈകൊടുക്കും, ആ വൃദ്ധ തൻ്റെ രക്തസാക്ഷിയായ മകനെ കാത്തിരിക്കും, ആ പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കും, കുട്ടികൾ അവരുടെ ധീരനായ പിതാവിനെ കാത്തിരിക്കും. ആരാണ് നമ്മുടെ ജന്മനാടിനെ വിറ്റതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആരാണ് വില കൊടുത്തതെന്ന് എനിക്കറിയാം. ഇത്തരത്തിൽ ഓരോ പിഞ്ചു മക്കളുടെയും വനിതകളുടെയും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ആതുര സേവനശാലകളുടെയും വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭാവി തന്നെയാണല്ലോ. ആ ഭാവിയെപ്പോലും തച്ചുടക്കുന്നൊരു രീതിയിൽ ഈ ഒരു ജീവിതക്രമത്തെ തന്നെ അടിച്ച് ഒതുക്കുന്ന ഈ ഒരു യുദ്ധങ്ങൾ എപ്പോഴും നമുക്ക് ബാക്കി വെക്കുന്നത് കുറേ വേദനകളെന്ന് പറഞ്ഞാൽ ശരിക്കും നൂറ്റാണ്ടുകളോളം പണിത, അല്ലെങ്കിൽ അത്രത്തോളം പാരമ്പര്യമുള്ള കുടുംബങ്ങൾ എല്ലാം നഷ്ടപ്പെടുക തന്നെയാണല്ലോ. നമുക്കിങ്ങനെ തന്നെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചാലോ, അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുതകളാണ് ഇതിനൊക്കെ പിന്നിലുള്ളതെങ്കിൽ പോലും സിവിലിയൻസിനെ ബാധിക്കുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അത് വേദന മാത്രമായിരിക്കും ബാക്കി വെക്കുക.